ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 20 സീറ്റും നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് നേതൃത്വം. വാശിയേറിയ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ മണ്ഡലങ്ങളിലെ ഫലം പ്രവചനാതീതമാണെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. അതേസമയം BJP അധികാരത്തിൽ വരുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് UDF നേതൃത്വം. ഇത്തവണ ചരിത്രം കുറിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. 20-ൽ 20 നേടുമെന്നാണ് കണക്കുകൂട്ടൽ. ഭരണവിരുദ്ധ വികാരവും മോദി വിരുദ്ധ തരംഗവുമാണ് അനുകൂല ഘടകമെന്നും നേതൃത്വം വിലയിരുത്തുന്നു. ഭിന്നതകൾ പരിഹരിച്ച് പഴുതടച്ച പ്രവർത്തനമായിരുന്നു UDF നടത്തിയതെന്ന് നേതൃത്വം അവകാശപ്പെടുന്നുണ്ട്. 2019-ലെ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായ ആലപ്പുഴ തിരിച്ചുപിടിക്കും. BJP അക്കൗണ്ട് തുറക്കില്ലെന്നും ഉറപ്പിച്ചു പറയുന്നുണ്ട് UDF. എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളിയ നേതൃത്വം മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നും വിമർശിക്കുന്നു. ഇതിപ്പോ ഓരോ പത്രമാധ്യമങ്ങളും അവരുടെ ഹിതത്തിനനുസരിച്ചിട്ടുള്ള അവരുടെ ഒരു കൺക്ലൂഷനാണ്. അത് ശരിയാവണമെന്നൊന്നുമില്ല. ഒട്ടുമിക്ക മാധ്യമങ്ങൾക്കും ഒരു പൊളിറ്റിക്കൽ കൾച്ചറുണ്ട്, ബാക്കിൽ പിറകിൽ ഒരു പൊളിറ്റിക്കൽ മൈൻഡ് ഉണ്ട്. അതേസമയം വാശിയേറിയ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ മണ്ഡലങ്ങളിലെ ഫലം പ്രവചനാതീതമാണെന്നും അഭിപ്രായമുണ്ട്. ആറ്റിങ്ങൽ കൈവിടുമോ എന്നാണ് പ്രധാന ആശങ്ക. അടിയൊഴുക്കുകളാണ് നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നത്. വടകരയിൽ വൻ ഭൂരിപക്ഷത്തോടെ ഷാഫി പറമ്പിൽ വിജയിക്കുമെന്ന് UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. 2019-ന് സമാനമായ UDF അനുകൂല തരംഗം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്ന് UDF വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെയുള്ള വികാരം തെരഞ്ഞെടുപ്പിൽ അലയടിച്ചിരുന്നുവെന്ന് UDF അവകാശപ്പെടുന്നുണ്ട്. ഇതിലാണ് UDF നേതൃത്വത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും. റിപ്പോർട്ടർ R. റോഷിപാൽ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.